Hello, welcome to TM Vlogs. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഞാൻ എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പീജിയൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ. ഞാനിതിലാണ് എന്നും ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്ക വീടുകളിലും കുക്കറിലും ചോറ് വയ്ക്കുന്നുണ്ടാവുക. അടുപ്പില്ലാത്തവർ അല്ലെങ്കിൽ അടുപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ. അപ്പോൾ അവർക്കൊക്കെ ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ഇട്ടത്. അപ്പോൾ പീജിയൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈസ് ചോറ് മാത്രമല്ല ഇതിൽ വെക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ കറികളും ഉണ്ടാക്കാം. സൂപ്പ് ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് റൈസ്, സൂപ്പ്, ഓട്സ്, കറി എല്ലാം ഉണ്ടാക്കാം. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 700 വാട്ട്സ് കറണ്ട് എടുക്കുന്നുള്ളൂ. പിന്നെ 5 കൊല്ലം വാറണ്ടി ഉണ്ട്. സാധാരണ ഒരു കമ്പനി അങ്ങനെ തന്നായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ കപ്പാസിറ്റി 1.8 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഒരു 4 പേര്, ഞങ്ങൾ 4 പേര് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 നേരത്തേക്ക് ഉള്ള ചോറ് ഇഷ്ടം പോലെ ഇതിൽ വെക്കാനുണ്ടാവും. അതിലും കൂടുതൽ വെക്കാൻ ശരിക്കും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഞാൻ ചോറ് വയ്ക്കുന്നതെന്ന് ഞാനിത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അലൂമിനിയത്തിൻ്റെയും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വേണം അരി ഇടാനായിട്ട്. ഇത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിത് വയ്ക്കാൻ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വെള്ളമൊന്നും പാടില്ല. വെള്ളം ഒക്കെ തുടച്ച് കളഞ്ഞിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതൊന്ന് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതിൻ്റെ മേലെ നമുക്ക് റൈസ് ഇടാം. ഈ മെഷറിംഗ് കപ്പും സ്പൂണും ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ്. ഈ മെഷറിംഗ് കപ്പിൽ ഞാൻ 2 കപ്പ് അരി എടുത്ത് അരമണിക്കൂർ കുതിർത്തി വെച്ച് കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാട്ടോ. ഇത് ഞാൻ കുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്ത് കാണിച്ചു തരാം ആദ്യം. അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇതിൽ 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് കണക്ക് വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൽ 2 കപ്പ് അരി എടുത്തിട്ടുള്ള കാരണം 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഞാൻ കുക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിത് അരി ഇടാൻ പോവാണ്. അപ്പോൾ അരി മുഴുവനായിട്ട് പ്രത്യേകം ഈ സംഭവം വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇതിൻ്റെ മേലെ വേണം അരി ഇടാനായിട്ട്. ഇത് 5 കപ്പ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന കേട്ടോ. 5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് വാമിലാവും കിടക്കുന്നുണ്ടാവുക, വാം ലൈറ്റിലാവും കിടക്കുന്നുണ്ടാവുക. എന്നിട്ട് നമുക്ക് ഈ ലിഡ് എടുത്ത് മൂടിയതിന് ശേഷം കുക്ക് ഓപ്ഷനിലേക്ക് ആക്കാം. അതായത് കുക്ക് ഓപ്ഷനിലേക്ക് ആക്കുന്നത് ഇത് തരികഴിഞ്ഞ് കുക്ക് ഓപ്ഷനിലാവും. അപ്പോൾ ഈ റൈസ് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര മിനിറ്റ് വേണ്ടി വരുന്നത്. മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. 10-15 മിനിറ്റിൽ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ ഈ ചോറ്. നമ്മുടെ റൈസ് ഏകദേശം കുക്കാവാറായിട്ടുണ്ട്. ഇനി ഇത് കുക്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാം ഓപ്ഷനിലേക്ക് ആവും. കണ്ടില്ലേ, ഇപ്പോൾ ഇത്ര നേരം കുക്ക് ഓപ്ഷനിലായിരുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് വാമിലേക്കായി. അതായത് നമ്മുടെ റൈസ് കുക്കായി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലിഡ് തുറക്കുള്ളൂ. ലിഡ് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കമ്പനി പറയുന്ന പോലെ വയ്ക്കുമ്പോൾ നമ്മുടെ ചോറാവാട്ടോ. ഞാനിങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. അതായത് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി കുക്ക് ഓപ്ഷനിലിടും. ഒരു 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് ഇട്ടിട്ട് ഞാനത് ഊറ്റിയെടുക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഇങ്ങനെ നമ്മുടെ ഇതിൽ വെള്ളം ഇതിൽ സ്റ്റാർച്ച് കൂടുതലാകുമ്പോൾ ഷുഗർ വരാനൊക്കെ ചാൻസ് കൂടുതലാണെന്നുള്ളൂ. ഊറ്റിയെടുത്ത് ചോറ് നല്ലതാണെന്ന് പറയുന്ന കാരണം മാത്രം ഞാനങ്ങനെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ കഴിക്കാം. സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. കാണുമ്പോഴും കണ്ട നല്ല വിട്ട് നല്ല സൂപ്പറായിട്ട് ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.